എല്ലാവർക്കും ഫോട്ടോഷോപ്പിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾക്ക് എങ്ങനെ ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് നമ്മൾക്ക് ഈ ഒരു രീതിയിലേക്ക് നമ്മൾക്ക് എങ്ങനെ എഡിറ്റ് ചെയ്ത് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോട്ടോഷോപ്പിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ പോയി നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ആദ്യമായിട്ട് നമ്മൾക്ക് ഫോട്ടോഷോപ്പ് റീസെറ്റ് ചെയ്യാം. അതിനുവേണ്ടി വിൻഡോ മെനുവിൽ പോവുക, വർക്ക് സ്പേസ് സെലക്ട് ചെയ്യുക, റീസെറ്റ് എസെൻഷ്യൽ കൊടുക്കുക. അതിനുശേഷം കീബോർഡിൽ ഡി അമർത്തി കൊടുക്കുക. അതായത് താഴെ ഇടതുഭാഗത്ത് 2 സാച്ചസ് കാണാം. ഇത് വൈറ്റ് ബ്ലാക്കിലോട്ട് വരുവാൻ വേണ്ടി നമ്മൾക്ക് ഡി അമർത്തി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഫയലിൽ പോയിട്ട് ഒരു ഫയലിലൂടെ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം കീബോർഡിൽ കൺട്രോൾ ജെ അമർത്തിക്കൊണ്ട് ഒരു പുതിയ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. വീണ്ടും ഞാൻ ഫയലിൽ പോകുന്നു. ഞാനിവിടെ കുറച്ച് ഇമേജസുകൾ കൊടുത്തിട്ടുണ്ട്. ബൊക്കെ എഫക്ട്സിൻ്റെ ഇമേജുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ഇമേജിലോട്ട് മാച്ച് ആകുന്ന രീതിയിലുള്ള ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മൂവ് ടൂൾ ഉപയോഗിച്ച് അതിനെ മൂവ് ചെയ്ത് നമ്മളുടെ ഇമേജിലോട്ട് കൊണ്ടുവരിക. അതിനുശേഷം കൺട്രോൾ ടി അമർത്തിക്കൊണ്ട് അതിൻ്റെ സൈസും അതേപോലെ തന്നെ അതിൻ്റെ പൊസിഷനും ചേഞ്ച് ചെയ്ത് നമ്മളുടെ ഇമേജിലേക്ക് സെറ്റാകുന്ന രീതിയിൽ നമ്മൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ബ്ലെൻഡിങ് മോഡ്സിനെ കുറിച്ചുള്ള വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ബ്ലെൻഡിങ് മോഡ്സുകൾ കാണാവുന്നതാണ്. ഞാനിവിടെ ലൈറ്റൻ സെലക്ട് ചെയ്യുന്നു. ഇത് ബിഫോർ ഫോട്ടോ, ഇത് ആഫ്റ്റർ ഫോട്ടോ. അടുത്ത് നമ്മൾക്ക് ഈ ഫോട്ടോ സേവ് ചെയ്യാൻ വേണ്ടി ഫയലിൽ പോവുക, സേവ് അല്ലെങ്കിൽ സേവ് ആസ് കൊടുത്ത് ഒരു ഫയൽ നെയിമും കൊടുത്ത് JPG ഫോർമാറ്റായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക. ഞാനിവിടെ ഈ ഫയൽസിൻ്റെ എല്ലാം ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നു തോന്നിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണോ എനേബിൾ കൂടി ചെയ്യാൻ മറക്കേണ്ട.